ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ സർക്കുലറുമായി മിനി കാപ്പൻ. സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടരുത്. അധികാരം VC വിളിക്കുന്ന യോഗത്തിന് മാത്രം ജീവനക്കാരെയും ഫയലും വിളിച്ചു വരുത്താൻ അധികാരമില്ല. നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ അധികാരമില്ലെന്നും സർക്കുലർ. താൽക്കാലിക VC നിയമനത്തിലെ പോര് തുടരുന്നതിനിടെ ഗവർണറെ കണ്ട് മന്ത്രിമാർ. രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത് മന്ത്രിമാരായ R ബിന്ദുവും P രാജീവും. സർവകലാശാലകളിലെ സ്ഥിരം VC നിയമനം ചർച്ചയായി. ഗവർണറുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് മന്ത്രി P രാജീവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ശരിവെച്ച് വിദഗ്ധ സമിതി റിപ്പോർട്ട്. യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതിൽ കാലതാമസം നേരിട്ടു. ഡിസംബറിൽ ഹാരിസ് നൽകിയ അപേക്ഷയിൽ അനുമതി കിട്ടിയത് 6 മാസത്തിന് ശേഷം. ഉപകരണങ്ങൾ പലപ്പോഴും പിരിവിട്ട് വാങ്ങേണ്ട അവസ്ഥയുണ്ടെന്ന് രോഗികളും വിദഗ്ധ സമിതിയോട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ കേരളത്തിൽ കടലാക്രമണത്തിനും സാധ്യത. പ്രൊഫസർ MK സാനുവിന് കേരളം വിട ചൊല്ലുന്നു. എറണാകുളം ടൗൺ ഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു മുഖ്യമന്ത്രി അടക്കം 100 കണക്കിന് പേർ. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കുന്നതിൽ അപ്പീൽ നൽകുന്നതിൽ തീരുമാനം പിന്നീട്. നിയമോപദേശം തേടിയ ശേഷം ഹൈക്കോടതിയെ സമീപിക്കാൻ സഭാ തീരുമാനം. ജാമ്യം ലഭിച്ചെങ്കിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷ MP. ചേർത്തല തിരോധാന കേസുകളിലെ ദുരൂഹത നീക്കാൻ പോലീസ്. പ്രതി സീരിയൽ കില്ലർ എന്ന സംശയം. പ്രതി സെബാസ്റ്റ്യൻ 5-ലധികം പേരെ കൊലപ്പെടുത്തിയെന്ന സംശയത്തിൽ ക്രൈംബ്രാഞ്ച്. ജൈനമ്മ കൊലക്കേസിൽ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പ് തുടരും. തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ മലയാളി യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് എറണാകുളം സ്വദേശി ഗൗരി നന്ദ. അപകടത്തിൽ 8 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് നൃത്തസംഘം സഞ്ചരിച്ച വാഹനം. ഉത്തർപ്രദേശിൽ വാഹനാപകടത്തിൽ 11 മരണം. അപകടം വാഹനം കനാലിലേക്ക് മറിഞ്ഞു.